ഈ കേരളം നമ്പർ 1 ആണ്, അല്ലെങ്കിൽ കേരളം ഒന്നാമതാണ് എന്നൊക്കെ നമ്മൾ ഈ പരസ്യവാചകം പോലെ നമ്മൾ കേൾക്കുന്നതാണ്. പല രാഷ്ട്രീയക്കാരും അതാത് ഭരണകക്ഷിയിൽപ്പെട്ട ആൾക്കാരും ഓരോ സീസൺ മാറി വരുമ്പോൾ അവരെ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന വാചകങ്ങളാണ് ഇത്. പക്ഷേ ഈ സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്പർ 1 തന്നെയാണോ പല കാര്യങ്ങളിലും? ഇവർ ഈ പറയുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, കേരളത്തിലെ സ്കൂൾ ഫെസിലിറ്റീസ്, കേരളത്തിലെ പഠന നിലവാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ മറ്റ് ചില കാര്യങ്ങളെ വെച്ചിട്ടാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ അർത്ഥം എനിക്കറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുള്ളൂ. അത് ഞാൻ പറയുകയും ചെയ്യും, ഉച്ചത്തിൽ തന്നെ പറയുകയും ചെയ്യും. കാരണം എനിക്കൊരിക്കലും നമ്പർ 1 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ നാട്ടിലെ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്കെതിരെ കൂണുകൾ പോലെ, മഴക്കാലത്ത് കൂണുകൾ പൊട്ടിമുളക്കുന്നത് പോലെ ഈ നമ്മുടെ നാട്ടിൽ ഈ എറണാകുളത്തും പല സ്ഥലങ്ങളിലുമായിട്ടുള്ള ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ അവർ മനോരമ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, അവർ ഓൺലൈനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. ഗൾഫിലേക്ക് ജോലിയുണ്ട്, ഇന്ന ജോലിയാണ്, ഡ്രൈവറാണ്, ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരസ്യം കൊടുക്കുന്ന ഏജൻസികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം കൂടെയാണ്. കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഈ നമ്പർ 1 കേരളത്തിൽ നടക്കുമോ? സത്യം പറയാൻ നടക്കില്ല. ഞാനിതിൻ്റെ പുറകെ പോയ ഒരാളായതുകൊണ്ട് പറയുന്നതാണ്. കാരണം ഈ ഗൾഫ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ കേന്ദ്രത്തിൽ നിന്നാണ് അവർ ലൈസൻസ് എടുത്തിട്ട് വരുന്നത്. ഡൽഹിയാണ് അവർ ലൈസൻസ് അവർക്ക് കൊടുക്കുന്നത്. ലൈസൻസ് ഇല്ലാത്തതുമായിട്ടുള്ള പല ഏജൻസികളുമുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെ ഉള്ള പല ഉന്നതാധികാരികളുടെയും പല രാഷ്ട്രീയക്കാരുടെയും മക്കളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അതുകൂടാതെ ഇവർക്കെതിരെ നമ്മൾ ഒരു സാധാരണക്കാരൻ, ഒരു യുവാവ് ഒരു കേസ് കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എങ്ങും എത്തില്ല. നമ്മുടെ കേസ് പോലീസ് പരിഗണിക്കില്ല. ഒന്നാമത്തെ കാര്യം, പോലീസ് പറയുന്നത് ഇതൊരു സിവിൽ മാറ്ററാണെന്നുള്ള രീതിക്ക് അവരത് മാറ്റും. 2, ഇവർക്കെതിരെ നമ്മൾ കേന്ദ്രത്തിൽ പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ കോടതിയിൽ പരാതി കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം ഇവരൊരു കോർപ്പറേറ്റ് ഫേമാണ്. ഇവർക്ക് വേണ്ടി അഡ്വക്കേറ്റ്സും കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇവർക്ക് കേന്ദ്രത്തിലുള്ള പിടിപാടുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ ഇപ്പം നമ്മൾ മനുഷ്യക്കടത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത പല കാര്യങ്ങളിലും ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവർ ചോദിക്കുന്ന അമിത ഫീസ്